മഹാരാഷ്ട്രയിലെ ആരോഗ്യമന്ത്രി രാജേഷ് ടോപ്പെ ഒരു ദിവസം എന്നെ വിളിച്ചു. മാഡം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമസ്കാരം. മാസ്ക് ഉണ്ടോ എന്ന് ചോദിച്ച് അമേരിക്കയിൽ നിന്നും ശൈലജയെ വിളിച്ചു എന്ന് പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഇതും വിശ്വസിക്കണം. കാരണം പറയുന്നത് ശൈലജ ടീച്ചറാണ്, ലോകത്തിൻ്റെ ടീച്ചർ അമ്മയാണ്. മഹാരാഷ്ട്രയിൽ നിന്നും വിളിച്ച കാര്യം എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ശൈലജ മറച്ചുവെച്ചത്? അതിനൊരു കാരണമുണ്ട്. ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നയാളാണ് ശൈലജ. മഹാരാഷ്ട്ര ഇന്ത്യയിലാണ്. ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒന്നും ടീച്ചർ ചെയ്യില്ല. ട്രംപിന് അല്പം നാണക്കേടൊക്കെ ആകാം. ഓക്സിജൻ കിട്ടാതെ മഹാരാഷ്ട്രയിൽ പലരും മരണമടയുന്നു. ഞങ്ങൾ എന്തു വേണം ടീച്ചറെ? അപ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുത്ത മറുപടിയാണ് പൊളപ്പൻ. നിങ്ങൾ വേഗം സ്വകാര്യ മേഖലയെ ബന്ധപ്പെടൂ. എങ്ങനെയാണ് സ്വകാര്യ ആശുപത്രികളെ കേരളം കൈകാര്യം ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. പലരും ഗ്യാസ് സിലിണ്ടറും ഓക്സിജൻ സിലിണ്ടറും ഒക്കെ ആയിട്ടാണ് ആശുപത്രികൾക്ക് മുമ്പിൽ ചെന്ന് നിൽക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ, ഓക്സിജൻ സിലിണ്ടർ ചിലർ വെളിയിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങുകയാണ്. എന്നിട്ട് ഓട്ടോറിക്ഷയിലോ കാറിലോ ഒക്കെ ഈ സ്വകാര്യ ഹോസ്പിറ്റലിന് മുന്നിൽ ചെന്നിട്ട് കരയാണ്, ശ്വാസം മുട്ടുന്നു, ഇതൊന്ന് ഘടിപ്പിച്ച്. ശ്വാസം കിട്ടാത്ത പ്രശ്നത്തിന് എന്തിനാണ് ഈ ഗ്യാസ് സിലിണ്ടർ എന്ന് മനസ്സിലാകുന്നില്ല. അമ്മായി പഞ്ചതന്ത്രം വായിക്കുന്ന സുഖമാണ് ശൈലജയുടെ പുളുവടി കേൾക്കാൻ. എങ്ങനെയാണ് മുഖത്ത് ഭാവഭേദമില്ലാതെ ഇത്തരം മഹത്തായ തള്ളുകൾ നടത്തുന്നത്? സഖാക്കൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വരദാനമാണത്. ഏത് ഭാഷയിലാണ് ടീച്ചറെ ഈ രാജേഷ് ഖോഖഡെ വിളിച്ചത്? ഹിന്ദിയിലാണെങ്കിൽ ശൈലജ അന്താക്ഷരി കളിച്ചു കാണും, ഇംഗ്ലീഷിലാണെങ്കിൽ അവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാകില്ല. അമേരിക്കയിൽ നിന്നും ശൈലജയെ വിളിച്ചതിന് കൃത്യമായ രേഖ വാഷിംഗ്ടൺ പോസ്റ്റിലുണ്ട്. കേരളത്തിൽ ശൈലജ എന്നൊരു മന്ത്രി ഉണ്ടെന്നും അവർ ഇല്ലായിരുന്നെങ്കിൽ അമേരിക്കയിലെ കോവിഡ് മരണനിരക്ക് ഭയാനകമായി വർദ്ധിക്കുമായിരുന്നുവെന്നും അവർ എഴുതിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നും വിളിച്ചതിന് തെളിവുകളൊന്നും കൈരളി പോലും സംപ്രേഷണം ചെയ്തിട്ടില്ല. തന്നെ സ്വകാര്യമായും രഹസ്യമായും വിളിക്കുന്ന കാര്യങ്ങളൊന്നും ടീച്ചർ അങ്ങനെ പരസ്യപ്പെടുത്താറില്ല. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി പറയുന്നതാണ്. സർക്കാർ വെറുതെ കോടികൾ മുടക്കി നവകേരള സർവേകളൊന്നും നടത്തേണ്ട യാതൊരു കാര്യവുമില്ല. ശൈലജയുടെ പുഷ് എന്ന പേരിൽ ഒരു പ്രതിദിന പരിപാടി അരമണിക്കൂർ കാണിച്ചാൽ മതി. വീണ ജോർജ് പോലും പറയുന്നത് എൻ്റെ കാലത്തല്ല കത്രികകൾ കൂടുതലും അകത്തു പോയിട്ടുള്ളത് എന്നാണ്. പിണറായി സർക്കാരിനെ പിന്നെയും കൊണ്ടുവരാൻ ഈ ടീച്ചർ ചില്ലറയല്ല ഉറക്കം വിളിക്കുന്നത്. ടീച്ചർ ഉറങ്ങുന്നില്ല സാർ, ഉറങ്ങുന്നില്ല. ഭരണത്തിലിരുന്നപ്പോൾ ഉറക്കമില്ല, ഇറങ്ങിയപ്പോഴും ഉറക്കമില്ല. മഹാരാഷ്ട്രയിലെ ആരോഗ്യമന്ത്രി വിളിച്ചിരുന്നെങ്കിൽ തൽക്ഷണം അത് റെക്കോർഡ് ചെയ്യേണ്ടതായിരുന്നു. ടീച്ചറെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പുള്ളി എങ്ങനെയാണ് ചിരിക്കാതെ ഇരിക്കുന്നത് എന്നോർത്ത് നമുക്കും ചിരി വരും. ലോകത്താകെയുള്ള പാൻഡമിക് ആണ്. നിങ്ങൾ CPM-ഉം DYFI-യും ഇപ്പോൾ നാടാകെ സതീശൻ്റെ നുണകൾ എന്ന പേരിൽ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നുണേശൻ എന്നൊക്കെയാണ് സതീശനെ അവർ പരിഹസിക്കുന്നത്. ശൈലജയുടെ തള്ളുകൾ എന്ന പേരിൽ തിരിച്ചൊരു ക്യാമ്പയിൻ നടത്താൻ പാവങ്ങൾക്ക് പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ ടീച്ചറെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞ് അന്തങ്ങൾ പുകലാക്കും. സതീശനൊരു നുണയനാണെന്ന് സ്ഥാപിക്കാൻ ഗോവിന്ദൻ മുതൽ സൈബർ അന്തങ്ങൾ വരെ എന്തെല്ലാമാണ് പയറ്റുന്നത്. പ്രതിപക്ഷ നേതാവ് ഗീബൽസിനെ പോലെയാണെന്നും ഇന്നലെ പിണറായി പറഞ്ഞു. ശൈലജയെ അതിരാവിലെ കസേരയിട്ട് ഒരിടത്തിരുത്തിയ ശേഷം കോൺസ്റ്റബിൾ തള്ളിക്കോളൂ എന്ന് സലീംകുമാർ പറഞ്ഞതുപോലെ ശൈലജ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ മതി, മണിമണിയായി അവർ പണി ചെയ്യും. മൂന്നാമതും പിണറായി വരുമെന്ന കാര്യം വെള്ളാപ്പള്ളിയും വീണ്ടും ആവർത്തിച്ചതോടെ അങ്ങ് അറിഞ്ഞു പണിയെടുക്കുകയാണ് ശൈലജ. ആ മന്ത്രിക്കാലം മനസ്സിൽ നിന്നും പോകുന്നതേയില്ല. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടുമെന്ന് പറഞ്ഞ് പാർട്ടി നമ്മെ കബളിപ്പിച്ചതാണ്. ശൈലജയെ മുഖ്യമന്ത്രിയാക്കിയ CPM ആ കടം വീട്ടണം. ഇല്ലെങ്കിൽ ശൈലജ ഒരിക്കലും ഉറങ്ങാൻ പോകുന്നില്ല. ശൈലജ മുഖ്യമന്ത്രിയായാൽ പിണറായി VS അന്നിരുന്ന പദവിയിലിരിക്കട്ടെ, ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ. ആലോചിച്ച് നോക്കൂ, 56 വാഹനങ്ങളുടെ അകമ്പടിയോടെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷൻ പോകുന്ന പോക്ക്. മുഖ്യമന്ത്രിയേക്കാൾ ഉയർന്ന പദവിയായി അത് മാറുകയായി. അപ്പോഴും ഹെലികോപ്റ്റർ കാത്തുകിടക്കും. ടൂർ പാക്കേജുകളെല്ലാം പഴയപടി തുടരും. ആ കമ്മീഷൻ വരുന്നതോടെ സർക്കാരും പാർട്ടിയും അധ്യക്ഷൻ്റെ കക്ഷത്തിലാകും. ആ 3.5 ലക്ഷം കോടി നിക്ഷേപിക്കാൻ വന്ന വിദേശി എങ്ങോട്ട് പോയി? ഗോവിന്ദമാഷാണോ ടീച്ചറാണോ ശരിക്കും കള്ളക്കഥകൾ പറയുന്നത്? നുണയമ്മ മഹാറാണി പട്ടം ശൈലജ തന്നെ തട്ടിയെടുക്കാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ സൈബർ ലോകം പറയുന്നത്. ഗോവിന്ദന് പാർട്ടി ആസ്ഥാന വിദൂഷകൻ എന്ന നിലയിൽ തുടരേണ്ടി വരും.